ശ്രീ ബി റജി, വിസ്മയത്തിൻ്റെ വിരൽത്തുമ്പുകൾ എല്ലാം പട്ടുപോകുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തേതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ AICC വർക്കിംഗ് കമ്മിറ്റി അംഗം, അതായത് CPIM-നെ സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് പോലെ അത്രയും ഉന്നത സ്ഥാനത്തുള്ള ശശി തരൂർ തന്നെ വല്ലാതെ ഇടഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി അപമാനിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ കണ്ടത്. അതിനുശേഷം അദ്ദേഹം സ്റ്റിയറിംഗ് കമ്മിറ്റി ഉപേക്ഷിച്ച് കോഴിക്കോട്ടെ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നു. നോക്കൂ, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശശി തരൂർ എന്നതിൽ തർക്കമില്ലല്ലോ. കോൺഗ്രസ് എന്ന ഒരു മഹാപ്രസ്ഥാനത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് പാർട്ടി വേദികളിൽ തന്നെ ചർച്ച ചെയ്ത് അതിന് പരിഹാരമുണ്ടാക്കും എന്നുള്ളതാണ് സ്വാഭാവികമായി കോൺഗ്രസിൽ സംഭവിക്കുന്നത്. എന്നാൽ CPM പോലെയുള്ള ഒരു പാർട്ടിയിൽ, അത്തരത്തിൽ ഒരു കേഡർ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളിൽ അത്തരത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇന്ന് കണ്ണൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ഫണ്ട് തട്ടിപ്പ് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ ആളെ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. അപ്പോൾ അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ശബരിമല കൊള്ള മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. അതുപോലെ ഈ 10 വർഷത്തെ ഭരണത്തിൻ്റെ ഭരണവിരുദ്ധ വികാരം ഏറെ ശക്തമായി നിൽക്കുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവുമായി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തെ അല്പം ഒന്ന് ലഘുവാക്കാൻ എന്ത് തന്ത്രങ്ങൾ മെനയാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ അങ്ങനെയല്ല ശ്രീ റജി. അതായത് സ്റ്റിയറിംഗ് കമ്മിറ്റി ദിവസങ്ങളാണ്, അതുകൊണ്ട് പുസ്തകോത്സവത്തിൽ ഉദ്ഘാടകനായി എത്താനാകില്ല എന്ന് ആ സംഘാടകരോട് ശശി തരൂർ പറഞ്ഞു. അപ്പോൾ അവർ സ്വാഭാവികമായും ആ അർത്ഥത്തിൽ ശശി തരൂരിനെ മാറ്റുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി ദിനത്തിൽ തന്നെ ശശി തരൂർ വീണ്ടും അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയാണ്, പുസ്തകോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിന് താൻ എത്താം എന്ന് പറയും. അങ്ങനെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉപേക്ഷിച്ച് ദില്ലിയിൽ നിന്നും അദ്ദേഹം പറന്ന് കോഴിക്കോട്ടെ പുസ്തകോത്സവത്തിൻ്റെ പരിപാടിയിലെത്തുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, വാഗ്മിയാണ്. അദ്ദേഹം ലോകം അറിയപ്പെടുന്ന MP-യാണ്, ലോകം അറിയപ്പെടുന്ന നേതാവാണ്. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്. അതായത് AICC പ്രവർത്തക സമിതി അംഗം എന്ന് പറഞ്ഞാൽ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് തുല്യമായി നമുക്ക് കാണാവുന്നതാണ്. അതെ, നോക്കണം. ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ഇത്തരത്തിൽ കാണിച്ചതെങ്കിൽ വലതുപക്ഷ മാധ്യമങ്ങളും താങ്കളും അടക്കമുള്ളവർ ഏത് രീതിയിലായിരിക്കും പറയുന്നത്? നോക്കൂ, ഇവിടെ ശശി തരൂർ ചെയ്യുന്നത്. ശശി തരൂരിനോട് ഏറ്റവും ഒടുവിൽ ചോദിച്ചു പല കാര്യങ്ങളും. ഈ ഘട്ടത്തിലാണ് പല അഭ്യൂഹങ്ങളും ഉയരുന്നത്. ഏറ്റവും ഒടുവിൽ ചോദിച്ചു, അതൊക്കെ ഞാൻ പാർട്ടിയിൽ പറയാം. അദ്ദേഹം നിഷേധിച്ചിട്ടില്ല, ഇന്ന് വരെ നിഷേധിച്ച് ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ ഒരു കുറിപ്പ് ശശി തരൂർ ഇട്ടിട്ടില്ല. പറയൂ. ജനസമ്മതരായിട്ടുള്ള ആളുകളെ ഒപ്പം കൂട്ടാനായിട്ടുള്ള ശ്രമം മുമ്പും CPM നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർ നോക്കൂ, കഴിഞ്ഞ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാം. അതായത് ശ്രീ റജി, അതായത് ഈ വിപുലീകരണം എന്ന അർത്ഥത്തിൽ സംഘപരിവാർ ചേരിയിലുള്ളവരെ സ്വീകരിച്ചത് ആരാണ്? CPIM ഇതാ വിരലിലെണ്ണുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഞെട്ടിത്തരിക്കാൻ പോകുന്നു, വിസ്മയം കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത് ആരെയൊക്കെയാണ്? സംഘപരിവാർ ചേരിയിലുള്ള അടക്കം. അവരെ വിഷ്ണുപുരം വരെ പുറങ്കാലുകൊണ്ട് തൊഴിച്ചു പോകുന്ന കാഴ്ചയല്ലേ കണ്ടത്? കേരള കോൺഗ്രസ് M-ന്റെ പിറകെ പല ഘട്ടങ്ങളിൽ നടന്നു. അവർ പുറങ്കാലുകൊണ്ട് അടിച്ചു പുറത്താക്കി. എന്നിട്ട് ആരാണ് ആരുടെ പിറകെ പോയത്? റജി, പറയുമ്പോൾ ഒരു യുക്തി വേണ്ടേ? നോക്കൂ, ഇപ്പം ശശി തരൂരിനെ സംബന്ധിച്ച് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. ഈ ശശി തരൂരിനെ സംബന്ധിച്ച് CPI എന്ന പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് കുറച്ച് നാളിന് മുമ്പ് പറഞ്ഞത് എന്താണെന്നറിയാമോ? കോൺഗ്രസിലെ BJP-യുടെ സ്ലീപ്പിംഗ് സെൽ എന്നാണ് അദ്ദേഹം ശശി തരൂരിനെ വിശേഷിപ്പിച്ചത്. നമ്മൾ മറന്നു പോകരുത്. അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളാണ് CPM അദ്ദേഹത്തിനെതിരെ പല ഘട്ടത്തിലും ഉന്നയിച്ചിട്ടുള്ളത്. നോക്കൂ, അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ല. ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ആരോപണങ്ങളല്ല. ഞാൻ മുമ്പോട്ട് വെക്കുന്നത് ശശി തരൂരിൻ്റെ ഇടഞ്ഞു നിൽക്കലിന് സാധാരണഗതിയിലുള്ള ഒരു സൗന്ദര്യപ്പിണക്കം, അതിനപ്പുറത്തേക്ക് മാനങ്ങൾ എത്തുകയാണ്. അപ്പോൾ എവിടെയാണ് വിസ്മയം തീരുന്നത്, വിസ്മയം രൂപപ്പെടുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. നോക്കൂ, ഈ ഭരണവിരുദ്ധ വികാരത്തെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് ലഘൂകരിക്കുവാൻ, അതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കുവാൻ CPM വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ. അതിൻ്റെ ഭാഗമായിട്ടാണോ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ശശി തരൂർ പുറത്തേക്ക് വന്നത്? അദ്ദേഹം ആദ്യമായിട്ടല്ലോ. അദ്ദേഹം പാർട്ടി നിലപാടുകളെ പരസ്യമായി എതിർത്തിട്ടുള്ള എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിദാനമായ കാരണങ്ങളില്ലേ? നോക്കൂ, അദ്ദേഹം കോൺഗ്രസിൻ്റെതല്ലേ?
ഇത് കോൺഗ്രസ് എന്ന ഒരു ബഹുജന അടിത്തറയുള്ള ജനാധിപത്യ പാർട്ടികളിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അദ്ദേഹത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത്തരത്തിൽ അദ്ദേഹം CPM-ന്റെ സഹയാത്രികനായി വന്നാൽ സാധിക്കും. ജനാധിപത്യം ഒന്നും പറയല്ലേ. രാഹുൽ ഗാന്ധി എങ്ങനെയാണ്, എന്ത് ജനാധിപത്യത്തിലാണ് നിങ്ങളുടെ പാർട്ടിയുടെ തലപ്പത്തെത്തുന്നത്? ആ രാഹുൽ ഗാന്ധി മറ്റുള്ളവരെ എല്ലാം ജി എന്ന് വിളിക്കുമ്പോൾ ഈ പാവ മനുഷ്യനെ, ശശി തരൂരിനെ മാത്രം ഒന്ന് അഭിസംബോധന ചെയ്യാൻ മടിക്കുകയാണ്. അദ്ദേഹത്തെ അപമാനിക്കുകയാണ്. AICC വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ അപമാനിക്കുകയാണ്. അദ്ദേഹം അങ്ങനെയല്ലേ ഏറ്റവും ഒടുവിൽ പിണങ്ങുന്നത്? മുമ്പേ പല ഘട്ടങ്ങളിലും ഉണ്ട്. ഒരിക്കലുമല്ല. അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കൂടെ ഒപ്പമായിട്ട് 17 വർഷമാണ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന എല്ലാ പദവികളും കോൺഗ്രസ് പ്രസ്ഥാനം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും കോൺഗ്രസിന്റെ പരമോന്നത സമിതിയുടെ അംഗമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ പല ഘട്ടത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത് പരിഹരിക്കും. പക്ഷേ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം CPM-നോടൊപ്പം വരികയാണെങ്കിൽ, സപ്പോസ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ താങ്കൾക്ക് പേടിയുണ്ടോ? ഞാൻ പറയുകയാണ്, എത്ര നാൾ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും? ഇവിടെ 2016 അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ ജേക്കബ് തോമസ് എന്നൊരു IPS ഉദ്യോഗസ്ഥനെ കൂടെ ചേർത്തുകൊണ്ട് നടന്നു. ഏതാനും നാളുകൾക്ക് ശേഷം അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കി. BJP-യിലേക്ക് വന്ന IPS ശ്രീലേഖയുടെ കഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്രയോ കടമ്പനിട്ട രാമകൃഷ്ണൻ ഉൾപ്പെടെ മുകേഷ് ഉൾപ്പെടെ എത്രയോ നിരവധി പ്രമുഖരെ നിങ്ങൾ CPM-ലേക്ക് ക്ഷണിച്ചു, സഹയാത്രികരായി കൊണ്ടുവന്നു. ആവശ്യം കഴിയുമ്പോൾ അവരെ പുല്ലുപോലെ എടുത്ത് കളയുന്ന സമീപനമാണ് നിങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ച് ഒരു കേഡർ പാർട്ടിയെ സംബന്ധിച്ച് അവര് ഇത്തരത്തിൽ ശശി തരൂരാണ് പറയുന്നത്. അല്ല, ബഹുജനങ്ങൾ ആദരിക്കുന്ന ആളുകളെ കൂടെ ചേർക്കുകയും. ആന്റണിയുടെ മകൻ ഇന്നെവിടാണ്? K. കരുണാകരൻ്റെ മകൻ ഇന്നെവിടാണ്? കരുണാകരനും ആന്റണിയാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നതിൻ്റെ ഐക്കൺ. അവർ മുഖ്യമന്ത്രിമാരായിരുന്നു. ഒപ്പം കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാവാണ്, ലീഡർ AK ആന്റണി എന്നൊക്കെ പറയുന്നത്. അവരുടെ 2 മക്കളും BJP-യിലാണ്. നിങ്ങളുടെ S. രാജേന്ദ്രൻ എവിടെയാണ്? അൽഫോൻസ് കണ്ണന്താനം എവിടെയാണ്? അബ്ദുള്ളക്കുട്ടി എങ്ങോട്ട് പോയി? ഐഷ പോറ്റി പിന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വന്നു എന്ന് പറയാം. മറ്റേ BJP-യിലേക്ക് പോയാൽ നോക്കൂ, ഇവിടെ അബ്ദുള്ളക്കുട്ടി എവിടുന്നാ BJP പോയത്? അല്ല, അബ്ദുള്ളക്കുട്ടിയെ കേരള രാഷ്ട്രീയത്തിൽ പരിചയപ്പെടുത്തിയത് ആരാണ്? CPM-ന്റെ MLA ആയിട്ട് കഥ പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇരിക്കുന്ന BJP മുഖ്യമന്ത്രിമാരിൽ ഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരായിരുന്നു. ഇന്ന് പാർലമെൻറ്റിൽ BJP-യുടെ പക്ഷത്തിരിക്കുന്ന ഏതാണ്ട് എല്ലാവരും കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരാണ്, കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്. ഏറ്റവും ഒടുവിൽ ബീഹാറിലെ ആകെ ജയിച്ച 6 എണ്ണവും കോൺഗ്രസ് MLA-മാർ ഇപ്പോൾ BJP ചേരിയിലാണ്. ആദരണീയനായ EMS നമ്പൂതിരിപ്പാട് തുടക്കമിടുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ മഹാരാജ്യത്തുണ്ട്. അവർ പല ഭാഗത്ത് വളർന്നു വന്നിട്ടുണ്ട്. ഞാൻ ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ചല്ല ചോദിച്ചത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്ദിരാ കോൺഗ്രസ് എന്ന കോൺഗ്രസിനെ കുറിച്ചാണ് ചോദിച്ചത്, അല്ല ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നിട്ട് പല വഴികളിൽ തേടി അഭിപ്രായ ഭിന്നതയുടെ ഭാഗമായി പോകുന്നതിന് സ്വാതന്ത്ര്യം കോൺഗ്രസിലുണ്ട് എന്ന് വിചാരിച്ച് 140 വർഷം പഴക്കമുള്ള കോൺഗ്രസിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലേ? എന്ത് ക്ഷതമാണ് സംഭവിച്ചിട്ടുള്ളത്? ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യത്തിന്റെ കാവലാളായി, മതേതരത്വത്തിന്റെ കാവലാളായി കഴിഞ്ഞ തവണ ഒരു പ്രതിപക്ഷ നേതാവിന്റെ യോഗ്യത പോലും ഇല്ലായിരുന്നു കോൺഗ്രസിന്. ആ കോൺഗ്രസ് ആണ് ക്ഷയിച്ചിട്ടില്ലെന്ന് പറയുന്നത് അല്ലേ? ശരി റജി, ഞാൻ തിരിച്ചെത്താൻ റജി.